ഉലമാക്കളും ഉമ്മറാക്കളും എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു വേദി, ഒരു സദസ്സ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴും വേദിയിൽ നിൽക്കുമ്പോഴും ഈ വേദി തരുന്ന ഒരു മെസ്സേജും സന്ദേശവും അനുഭവവുമൊക്കെ നമ്മളെപ്പോലുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് കുളിർമയും ആവേശവും പകരുന്നതാണ്. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വന്ന ഒരാളൊന്നുമല്ല. പ്രിയപ്പെട്ട സാജി സാഹിബ് നടത്തിയ പ്രസംഗം കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതും ലൈവായി പൂർണ്ണമായിട്ടും വാഹനത്തിലിരുന്ന് കേട്ടിട്ട് തന്നെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സദസ്സിൽ ഇനി ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ തോന്നുന്നില്ല. നല്ല ഒരു സമ്മേളനം, വളരെ വിപുലമായിട്ടുള്ള ഒരു സമ്മേളനം നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ഇത്ര മികവോടുകൂടി ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യം അർപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള കുറേ സമ്മേളനങ്ങൾ നാട്ടിനുണ്ടാക്കി കൊടുത്തൊരു സൗന്ദര്യമുണ്ട്. സൗന്ദര്യം ചെറുതൊന്നുമല്ല. ലീഗ് നടത്തുന്ന സമ്മേളനങ്ങൾ, നേരത്തെ തങ്ങൾ ആ വാക്കുകൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ലീഗ് ഒരു പദവിയിൽ വരുമ്പോൾ, ഒരു സ്ഥാനത്ത് വരുമ്പോൾ നാട്ടുകാർക്കുണ്ടാകുന്ന ഒരു സന്തോഷത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങളത് നേരെ കേട്ടവരാണ്. പറയുന്നത് അതാണ്. നമ്മൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ആ സിസ്റ്റത്തെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു. ഞാൻ ഓർക്കുന്നത് വയനാട് ദുരന്തമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പണക്കട്ട വീട്ടിലിരുന്നു കൊണ്ടാണ് പറഞ്ഞത്, മൊബൈൽ ഫോണിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ആപ്ലിക്കേഷൻ നിങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് സംഭാവന അയക്കണം എന്ന്. 2 ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. ഇപ്പോഴും മനുഷ്യരും മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നിട്ടില്ല. വേദനയിൽ നീറുന്ന മനസ്സുമായിട്ട് ഇപ്പോഴും അവിടെ ആൾക്കാർ ജീവിക്കുകയാണ്. അവരെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടൊരു ഫണ്ട് ചോദിച്ചിട്ട് ലീഗ് ഒരു ആപ്ലിക്കേഷൻ ചെയ്തപ്പോൾ അതിനുവേണ്ടി ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയോ സ്റ്റേറ്റ് കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ പഞ്ചായത്ത് കമ്മിറ്റിയോ പ്രത്യേകം യോഗം ചേർന്നില്ല. നമ്മൾ ഗൃഹസമ്പർക്ക പരിപാടി നടത്തിയില്ല. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ലഘുലേഖ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്തില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു ജോലിയും നമ്മൾ ചെയ്തില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ 36 കോടി രൂപയാണ് കേരളം അതിലേക്ക് സംഭാവന ചെയ്തത്. ഞാൻ ആ സംഭാവന ചെയ്ത മനുഷ്യരുടെ ലിസ്റ്റ് ഈ അടുത്ത കാലത്ത് എനിക്കൊന്ന് പരിശോധിക്കാൻ സാധിച്ചു. അപ്പോഴാണ് വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു അത്ഭുതം ഞാൻ അതിൻ്റെ അകത്ത് കണ്ടത്. ആ സംഭാവന ചെയ്തവരുടെ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരല്ല. മുസ്ലിം ലീഗുകാരല്ലാത്തവർ അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്തെ വ്യത്യസ്ത തുറകളിലുള്ള നാനാതരം മനുഷ്യരുമുണ്ട്, ഇതര മതസ്ഥരുണ്ട്. ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്തത് അവരാണ്. എല്ലാ രംഗത്തുള്ള ആൾക്കാരും ഉണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടി ചോദിച്ചപ്പോൾ സംഭാവന കൊടുക്കാത്ത മനുഷ്യർ സംഭാവന കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു വിശ്വാസം ലീഗിനോട് കാണിച്ച് സാദിഖ് അലി തങ്ങളുടെ കാതിൽ കേരളം പറഞ്ഞിട്ടുള്ള സ്വകാര്യം അത് ഒന്നേ ഒന്ന് മാത്രമാണ്: നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന ഒരു സ്വകാര്യം തന്നെ. എങ്ങനെയാണ് ഈ വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുത്തത്? എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? നമ്മുടെ കർമ്മവും പ്രവൃത്തിയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൽ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ കരുത്തിൽ നടത്തിയിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രയത്നങ്ങളും പരിശ്രമങ്ങളുമാണ്. സേവനത്തിന് രാഷ്ട്രീയം ചോദിക്കാത്തത് ഒരുപക്ഷേ അങ്ങനെ കഴിയുക നമുക്ക് മാത്രമാണ്. ഇവിടെ 100 കണക്കിന് ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഡയാലിസിസ് യൂണിറ്റുകൾ, നമ്മളെക്കാളേറെ ഡയാലിസിസ് യൂണിറ്റുകൾ നടത്താൻ ശേഷിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. അത് നമുക്ക് വിശ്വസിക്കണം. നമ്മളെക്കാളേറെ സമ്പത്തുള്ള, നമ്മളെക്കാളേറെ അതിനൊക്കെ സംവിധാനങ്ങളും സ്വാധീനങ്ങളും ഒക്കെ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല, നമ്മൾക്കിത് ചെയ്യാൻ കഴിയുന്നു. ഇത് നടത്തിക്കൊണ്ടു പോകുക എന്ന് പറയുന്ന ഒരു സ്വഭാവമാണിത്, ഒരു കൾച്ചറാണിത്. ഈ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആര് ഭരിക്കുന്ന പഞ്ചായത്തായാലും ഒരു അപേക്ഷാ ഫോറം ഉണ്ടാവും.
ആ അപേക്ഷാ ഫോറത്തിൽ നിങ്ങളുടെ പേര്, വീട്ടുപേര്, പിതാവിൻ്റെ പേര്, പിന്നെ ജാതി മതവും ചോദിക്കും. ജാതി മതം ചോദിക്കാത്ത ഒരു ആപ്ലിക്കേഷൻ ഫോറും ഒരു ആനുകൂല്യത്തിനു വേണ്ടിയും സർക്കാർ അച്ചടിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ CH സെന്ററിലെ ആപ്ലിക്കേഷൻ ഫോമിൽ ജാതിയും ചോദിക്കുന്നില്ല, മതവും ചോദിക്കുന്നില്ല, രാഷ്ട്രീയവും ചോദിക്കുന്നില്ല. രോഗിയാണോ എന്ന് ചോദിക്കുന്നുള്ളൂ. അങ്ങനെ ചോദിക്കാൻ നമുക്കേ കഴിയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇരുട്ടിന്റെ മറവിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താൻ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഡയാലിസിസ് സെന്റർ നടത്താൻ കഴിയൂല. നമ്മൾക്ക് മാത്രം ചെയ്യുന്ന നമ്മൾ തല ഛേദിക്കാൻ വാളിന് മൂർച്ച കൂട്ടുന്നവരല്ല, നമ്മൾ തല ചായ്ക്കാൻ വീടുണ്ടാക്കി കൊടുക്കുന്നവരാണ്. അതാണ് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കൾച്ചറുണ്ട്, ഒരു സ്വഭാവമുണ്ട്, രാഷ്ട്രീയത്തിൽ ഒരു സംശുദ്ധതയുണ്ട്. അതിനാണ് കേരളം മാർക്കിട്ടത്. വിശ്വസിക്കാൻ കൊള്ളുന്നവരെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നമ്മളെ കൊണ്ട് പറഞ്ഞത് നമ്മുടെ കർമ്മമാണ്, നമ്മുടെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്കാണ് നാം മാർക്ക് നൽകേണ്ടത്. അതാണ് കേരളം ആഗ്രഹിക്കുന്നത്. വർഗീയതയിലേക്ക്, വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് നാട് പോകുമ്പോഴൊക്കെ നമ്മൾ അത് പറഞ്ഞു. ഇവിടെ പറഞ്ഞ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ മൈതാനത്ത് ഞങ്ങൾ ഒരു നിർമ്മാണം, ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ആർട്ട് വർക്ക് മലപ്പുറത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിരുന്നു. അതിലൊന്നുമല്ല, നമ്മുടെ സഹായത്തിന്റെ കരങ്ങളായിരുന്നു അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഈ നാട് എപ്പോഴൊക്കെ ആഗ്രഹിച്ചോ, ഈ നാട് എപ്പോഴൊക്കെ പ്രതീക്ഷിച്ചോ, ഈ നാട് എപ്പോഴൊക്കെയാണോ കാരുണ്യവും സഹാനുഭൂതിയും സഹായവും ആവശ്യപ്പെട്ടത്, അപ്പോഴൊക്കെ മലപ്പുറം കൈ നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കൾച്ചറാണ്, ഒരു സ്വഭാവമാണ്. ഞാൻ കൂടുതലൊന്നും നീട്ടിപ്പരത്തി നിങ്ങളോട് പറയുന്നില്ല. പ്രിയപ്പെട്ട സമീർ ബിൻ സിയുടെ ഒരു സൂഫി സംഗീതം കൂടി ഒഴുകി വരേണ്ട സദസ്സാണിത്. അതിലും കൂടി അലിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. എനിക്ക് ചെറുപ്പക്കാരായ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാനുള്ളത്, ഒരു ശൂന്യതക്കും നിങ്ങൾ ഇടവരുത്തരുത്. ഈ കാലത്തെ നമുക്ക് അഭിസംബോധനം ചെയ്യണം. നമ്മുടെ പൂർവികന്മാർ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെറുപ്പക്കാരെ കുറിച്ചാണ്. ചെറുപ്പക്കാരെ കിട്ടില്ലേ, ചെറുപ്പക്കാരുണ്ടാവില്ലേ, ചെറുപ്പക്കാർ പോരാ എന്ന വർത്തമാനങ്ങളാണ്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരോട് പറയുന്നു, നമ്മൾ അതിന്റെ തുടർച്ചയാവണം. ഇവിടെ മഹല്ലുകൾ ഉണ്ടായി, ഇവിടെ മദ്രസകൾ ഉണ്ടായി, അവിടെ ശൂന്യത വരാൻ പാടില്ല. മഹല്ല് കമ്മിറ്റികൾ വർഷങ്ങളായി കൊണ്ടു നടക്കുന്നു, ഇവിടെ പ്രവർത്തിക്കുന്നു. അതുണ്ടാക്കിയ സൗന്ദര്യം, അതുണ്ടാക്കിയ സൗരഭ്യം ചെറുതല്ല. ഈ വാർഡിൽ ജീവിച്ചിരിക്കുന്നവർ വോട്ടർ പട്ടിക നോക്കിയാൽ കാണാൻ കഴിയും, 1000-1500 പേരായിരിക്കും. പക്ഷേ മരിച്ചുപോയവർ അതിന്റെ എത്രയോ ഇരട്ടിയാണ്. ഈ വാർഡിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിലെ എത്രയോ ഇരട്ടി മനുഷ്യർ മരിച്ചുപോയവരാണ്. നമ്മൾ മനസ്സിലാക്കണം. തലമുറ കൈമാറി ഈ ജീവിത പരിസരം ഇന്ന് നമ്മുടെ രക്ഷിതാക്കളുടെ കയ്യിലാണുള്ളത്. ഓരോരുത്തരും രംഗം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് 2 കൈയും നീട്ടി വാങ്ങി പവിത്രമാക്കി മണ്ണിനെ മാറ്റിയെടുക്കാനുള്ള ദൗത്യം നമ്മളാണ് ചെയ്യേണ്ടത്, നമ്മളാണ് നിർവഹിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ അക്ഷയക്കനിയിലെ അമൂല്യ സമ്പത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്ത മദ്രസകൾ, ആ മദ്രസകളുടെ നടത്തിപ്പുകാരായി മാറേണ്ടവർ നമ്മളാണ്. കാരണം അതുണ്ടാക്കിയൊരു കൾച്ചറുണ്ട്, അതുണ്ടാക്കിയൊരു സ്വഭാവമുണ്ട്. ആ മദ്രസയുടെ മുറ്റത്ത് നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് തുടർച്ച ഉണ്ടാവണം. ഇവിടെ തോന്നിയിടത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പത്തെ തടുത്തു നിർത്തി, മൺചിറകെട്ടി തടുത്തു നിർത്തി അവരെ ഇതിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യത്തിന് യൂത്ത് ലീഗുകാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാം ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കണ്ണിയുടെ തുടർച്ചയാവണം. ഞാൻ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ കൂടി ഇരിക്കുന്ന ഈ സദസ്സിൽ നിന്നുകൊണ്ട് അത് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിന്തിച്ചും പ്രവർത്തിച്ചും കഠിനാധ്വാനം ചെയ്തും നമ്മൾ പണിതിട്ടുള്ള ഈ സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ സ്വസ്ഥതയിലും സുഖത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വാളയാർ ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്തേക്കും ഇന്ത്യയുണ്ട്. എരുമച്ചാണകം മണക്കുന്ന തെരുവുകളിൽ വെച്ച് കെട്ടിയുണ്ടാക്കിയ ഭവനങ്ങളിൽ ജീവിതം എന്ന ശിക്ഷ അനുഭവിച്ചു തീർക്കുന്ന മനുഷ്യരായിട്ട് അവർ മാറിയതെങ്ങനെ എന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ ക്രമം തെറ്റിപ്പോയതാണ്. ചിന്തയും ആലോചനയും ഇല്ലാതെ പോയതാണ്. മുന്നിൽ നിൽക്കാൻ നേതാവും ലീഡർഷിപ്പും ഇല്ലാതെ പോയതാണ്. നമുക്കതുണ്ട്. ഒരു വേള സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റിൽ സാമൂഹിക സേവനത്തിന് ഉപയോഗിക്കുന്ന ഫണ്ട് എത്രയെന്ന് സർക്കാർ പറയട്ടെ. ഓരോ റമദാനിലും മുസ്ലിം ലീഗ് പാർട്ടി പാവങ്ങളുടെ ഉമ്മറപ്പടി കയറ്റി ചെന്നുകൊണ്ടിരിക്കുന്ന ഫണ്ടിന്റെ കണക്ക് ലീഗും പറയട്ടെ. നമ്മൾ ചെയ്ത സേവനത്തിനായിരിക്കും കനം കൂടുതൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്ര വലിയ അഭിവൃദ്ധി ഉണ്ടായി, അത്ര വലിയ പുരോഗതി ഉണ്ടായി. പിന്നെ ഇതിന്റെ ഒക്കെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ.
ഇവിടെ കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ അത് ചെറുതല്ല. തിരൂരങ്ങാടിയിലെ PSMO കോളേജ് ഉണ്ടാക്കാൻ കഠിനാധ്വാനം ചെയ്തത് MK ഹാജിയാണ്. MK ഹാജിയുടെ വിദ്യാഭ്യാസ യോഗ്യത 4ാം ക്ലാസ്സിന്റെ അപ്പുറത്തേക്ക് പഠിച്ചിട്ടില്ല. 4ാം ക്ലാസ് വരെ പഠിച്ച MK ഹാജി PSMO കോളേജ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജിന്റെ മാനേജർ ആകുന്നത് തനിക്ക് ഡിഗ്രി ഉണ്ടാകാനും തനിക്ക് ബിരുദാന്തര ബിരുദം ഉണ്ടാകാനും അല്ല, തന്റെ തലമുറക്ക്, ഇനി വരുന്ന തലമുറക്ക് വേണ്ടിയിട്ടാണ്. ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളും എടുത്തു നോക്കിയാലും അങ്ങനെയുള്ള കുറെ മനുഷ്യരുടെ ജീവിതവും വിയർപ്പും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ പ്രയത്നമാണ്, അവരുടെ പരിശ്രമമാണ്. എന്ത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമാണ്. ദാ ഈ വളർന്നു നിൽക്കുന്ന തെങ്ങ്, ഇതൊരു പഴയ മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചതാണ്. ഇതിവിടെ വന്ന് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ച് വെള്ളവും വളവും നൽകിയിട്ട് വളർത്തുമ്പോൾ ആ മനുഷ്യന്റെ പ്രായം 75 or 80 ആണ്. ഈ വലിപ്പമായി കായ്ഫലം തരുന്നിടത്തേക്ക് അത് വളർന്ന് വലുതാകാൻ 15 കൊല്ലോ 20 കൊല്ലോ എടുക്കുമെന്ന് ഇത് വെച്ച് പിടിപ്പിച്ച് നട്ട് വളർത്തുമ്പോൾ ആ മനുഷ്യൻ അറിയാം. അത് ആ നേരം ഞാൻ ഉണ്ടാവില്ല, അപ്പോൾ എനിക്കൊരു 100 വയസ്സാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നെ എന്തിനാണ് കഠിനാധ്വാനം ചെയ്ത് ഇവിടെ ഒരു കുഴി കുഴിച്ചത്? എന്തിനാണ് ഈ തെങ്ങിന്റെ തൈ സ്വന്തം കൈകൊണ്ട് ഇവിടെ വെച്ചത്? എന്തിനാണ് അതിന് വെള്ളവും വളവും നൽകി മക്കളെ പരിപാലിക്കും പോലെ വളർത്തിയത്? എന്റെ മക്കൾക്ക്, എന്റെ പേരക്കുട്ടികൾക്ക്, എനിക്ക് ശേഷം വരുന്നവർക്ക് എന്ന ചിന്ത കൊണ്ടായിരുന്നു. ഇന്ന് ഈ ഉയർന്നു നിൽക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകാൻ അവസരം കിട്ടാത്തവന്റെ വിയർപ്പ് കണങ്ങളിൽ പടുത്തുയർത്തിയതാണ്, അവന്റെ പരിശ്രമമാണ്. അതുകൊണ്ട് എനിക്ക് എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ളത്, വരുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുക, ഈ മണ്ണിനെ പാകമാക്കുക. അവർക്ക് കൂടി അമർത്തിച്ചവിട്ടി നടക്കാനുള്ളതാണ് ഈ വഴിയെന്നും ഞങ്ങളിൽ നിന്ന് വേണം അവർ പ്രചോദനം ഉൾക്കൊള്ളാനെന്നും ഇന്നിന്റെ ചെറുപ്പമായ നമ്മൾ കരുതുക. മുസ്ലിം യൂത്ത് ലീഗ് നിങ്ങളുടെ കയ്യിൽ തന്ന മെമ്പർഷിപ്പ് അതിനും കൂടി ഉള്ളതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മെമ്പർഷിപ്പ് ഒരു കൾച്ചറാണ്, മെമ്പർഷിപ്പ് ഒരു സ്വഭാവമാണ്, മെമ്പർഷിപ്പ് ഒരു നയമാണ്. നിങ്ങളുടെ കയ്യിലെ മെമ്പർഷിപ്പിനനുസരിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവും. നിങ്ങളുടെ കയ്യിലെ മെമ്പർഷിപ്പിനനുസരിച്ച് നിങ്ങളുടെ കൾച്ചറിൽ മാറ്റമുണ്ടാകും. ഒരു സംശയവും വേണ്ട. ചില സംഘടനകളുടെ മെമ്പർഷിപ്പ് കയ്യിലുള്ളവൻ ആ മെമ്പർഷിപ്പ് ഏതെന്ന് പറയാത്തന്നെ നമുക്ക് അവന്റെ സ്വഭാവം കണ്ടാൽ ആ മെമ്പർഷിപ്പ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ മെമ്പർഷിപ്പ് കയ്യിൽ പിടിക്കുമ്പോൾ നമ്മൾ വേറെ ഒരാളായിത്തീരുന്നു, നമ്മൾ സേവന തൽപരരായിത്തീരുന്നു, നമ്മൾ സാമൂഹികമായ ഒരുപാട് അജണ്ടകൾ കൈവശമുള്ളവരായി മാറുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു. ഇങ്ങനെ ഒരാൾ, യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾ അയൽവക്കത്ത് താമസിക്കുന്നുവെന്നുള്ളത് അയൽവാസിയുടെ അഭിമാനമായി മാറണം, അയൽവാസിയുടെ അഭിമാനമായി മാറണം. അത്തരത്തിലുള്ള ചിന്തയുള്ള, ആഴത്തിലുള്ള ആലോചനയുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, മനുഷ്യന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യമുള്ള, സഹാനുഭൂതിയുള്ള ഒരു വലിയ ജനതയായി വളരാനും വലുതാവാനും നമുക്ക് കഴിയണം, നമുക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വലിയ ഒരു ജനസമൂഹത്തെ അണിനിരത്തി നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനത്തിലേക്ക് വൈകിയാണ് വന്നതെങ്കിലും എനിക്ക് വന്നു ചേരാൻ, ഇതിൽ പങ്കുചേരാൻ അവസരമുണ്ടായതിൽ പിന്നെ ഹൃദ്യമായ നന്ദി ഇതിൻ്റെ സംഘാടകരോട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.